രൂപേഷേട്ടാ എഴുന്നേക്ക്. എന്തുറക്കുവാ? പട്ടാ പകൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാമോ? എഴുന്നേക്ക്. എഴുന്നേക്ക്, ചായ കുടിക്ക. തട്ടിക്കളയുമെന്ന് പേടിച്ച് ചായ മാറ്റി വെച്ചിട്ട് വന്നത് നന്നായി. ഉറക്കത്തിന്ന് വിളിച്ച വലിയ ദേഷ്യമല്ലേ? ഒരു ദേഷ്യക്കാരൻ. നല്ല സ്ട്രോങ് ടീയാ. ആവശ്യം പോലെ മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷുഗർ കുറയ്ക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. നോക്കിക്കോ, ചായയിൽ ഇനി ഞാൻ പഞ്ചസാര കുറയ്ക്കും. ഈ തടി വെച്ച് ഷുഗർ വരാൻ സാധ്യത ഉണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. എനിക്കിപ്പോ ചായ വേണ്ട. നീ ആ ചായ കൊണ്ടുവയ്ക്ക്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ ചായ വേണ്ടല്ലോ. പിന്നീട് തണുത്തു പോയിന്ന് കംപ്ലൈന്റ് പറയരുത്. പറഞ്ഞേക്കാം. ഇനി ചോദിക്കേ. എന്താ ചോദിക്കാനുള്ളത്? ആള് സീരിയസ് ആണല്ലോ. ദേഷ്യം വരുമ്പോ രൂപേഷേട്ടന്റെ മുഖം കാണാൻ രസവാ. ശരീരമൊക്കെ വീർത്ത് കവിളും കൂടി പെരുപ്പിച്ച് കെട്ടിയ പഷ്ടായിരിക്കും. നിനക്ക് എന്തേലും എന്നോട് പറയാനുണ്ടോ? ആ, അത് കൊള്ളാം. എന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ ആള് തിരിച്ച് എനിക്കെന്തെങ്കിലും പറയാനുണ്ടോന്നോ? ഞാൻ നിന്നോട് എന്തേലും മറച്ചു വെച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയാറില്ലേ? നീയും എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. എന്താ, ശരിയല്ലേ? ഇതെന്താ ഇങ്ങനൊരു ചോദ്യം? ഞാൻ എന്ത് രഹസ്യമാ രൂപേഷേട്ടനോട് മറച്ചു വെക്കുന്നത്? ഒന്നുമില്ലല്ലോ. ഇല്ല. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ കുറച്ചു കാലേ സ്കൂളിൽ പോയിട്ടുള്ളൂ. എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പഠിക്കുന്ന പിള്ളേര് എന്നെ വളരെ മോശമായിട്ട് കളിയാക്കി. തടിയാ, കുട്ടിയാനെ, മത്തങ്ങ. സ്കൂളിലോട്ട് വരുമ്പോഴും പോകുമ്പോഴും നാട്ടുകാരും കളിയാക്കും. എല്ലാവർക്കും ഞാനൊരു കളിപ്പാട്ടം പോലെയാ. തട്ടി കളിക്കാമല്ലോ. മരിച്ചു കളയണമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. അമ്മയാ അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ മക്കൾ ഇനി പോണ്ടെന്ന് പറഞ്ഞത്. എല്ലാവർക്കും എന്റെ കുറവുകളും കുഴപ്പങ്ങളും എണ്ണി പറയാനാ താല്പര്യം. ഇതൊക്കെയായിരുന്നു എന്റെ സ്ഥിതി. അത് മാറ്റാൻ അമ്മ എന്റെ കഴുത്ത് നിറയെ സ്വർണ്ണമാല ഇട്ട് തന്നു. 5 വിരലിലും മോതിരം. അപ്പോഴാ കുറെയൊക്കെ കളിയാക്കലുകൾ കുറഞ്ഞത്. വളർന്നപ്പോ എന്റെ ഒപ്പം കൂടിയവരൊക്കെ പണത്തിന് വേണ്ടി മാത്രമാണ്. പുറത്തോട്ട് പോകുമ്പോ ഒരു കെട്ട് നോട്ടുകൾ അമ്മ തന്നുവിടും. തിരിച്ചു വരുമ്പോഴത്തേക്കും പോക്കറ്റ് കാലി. ഇതൊക്കെ എത്രയോ തവണ രൂപേഷേട്ടൻ തന്നെ പറഞ്ഞതാ. കഴിഞ്ഞതൊക്കെ വീണ്ടും ഓർത്ത ദിവസമെന്ന്. എന്റെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാ നീയും ചോട്ടും വന്നത്. പിന്നെ എല്ലാം തലകീഴായി മറിഞ്ഞു. ഞാൻ മാറി. നീ എന്നെ മാറ്റിയെടുത്തു എന്ന് പറയുന്നതാ ശരി. പഠിക്കാത്തതിന്റെ കുറവ് ഞാൻ അറിഞ്ഞു. കുറെയൊക്കെ നീ എന്നെ പഠിപ്പിച്ചു. പിന്നീട് എന്നെ കളിയാക്കുന്നവരെ നീ തന്നെ അടിച്ചോടിച്ചു. എന്തിനും ഏതിനും നീ എന്റെ ഒപ്പം ഉണ്ടാവുന്നുള്ള ചിന്ത എനിക്ക് കരുത്തുണ്ടാക്കി. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാള് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. എന്ത് നേരിടാനുള്ള ധൈര്യം തന്നു. പക്ഷെ അതെല്ലാം വെറുതെ ആയിരുന്നു അറിഞ്ഞപ്പോ. എന്ത് വെറുതെയാണെന്ന്? ഇടയ്ക്ക് കയറി ചോദ്യങ്ങൾ വേണ്ട. ഞാൻ പറയുന്നത് മുഴുവനും കേക്ക്. നിന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ നിന്നൊരു IPS ആക്കാൻ നീ യൂണിഫോം ഇട്ട് എന്നെ സല്യൂട്ട് ചെയ്യുന്നത്
എല്ലാം ഞാൻ സ്വപ്നം കണ്ടു. പക്ഷെ ആദ്യത്തെ പരീക്ഷയ്ക്ക് എന്നെ പുറത്തു നിർത്തി ഒരു കോമാളിയാക്കി. എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പരീക്ഷ എഴുതാതിരുന്നത് വേണ്ട, ഇടക്കേറി പറയേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരിട്ട് എന്നെ ചോദിക്കാം, നിനക്കൊരു അമ്മയാവാൻ പറ്റുമോ അതോ ഇല്ലയോ? ദേ, ചായ കുടിക്കേ. ചായ തണുത്തു പോവും. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ ഗർഭിണിയാവോ അതോ ഇല്ലയോ? ഇല്ല. രൂപേഷേട്ടൻ വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് അറിയാതിരുന്നതാ.